നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഇത്തിഹാദ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു. സൗദി അറേബ്യൻ ലീഗിൽ ഇപ്പോൾ 7ാം സ്ഥാനത്താണ് അവരുള്ളത്. ലീഗിൽ ഇതിനോടകം തന്നെ 6 തോൽവികൾ അവർ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. സീസണിലെ മോശം തുടക്കത്തെ തുടർന്ന് പ്രശസ്ത പരിശീലകനായ നുനോയെ അവർ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രമുഖ അർജന്റീൻ പരിശീലകനായ മാർസലോ ഗലാർഡോയാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് കീഴിൽ മികവിലേക്ക് തിരിച്ചെത്താൻ അൽ ഇത്തിഹാദിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ താരം കരീം ബെൻസിമ ഉൾപ്പെടെയുള്ളവർക്ക് സ്വന്തം ആരാധകരിൽ നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു മാറ്റം ക്ലബിനകത്ത് അൽ ഇത്തിഹാദ് വരുത്തിയിട്ടുണ്ട്. അതായത് പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറെ അവർ നിയമിച്ചു കഴിഞ്ഞു. മുൻ ബാഴ്സലോണ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിരുന്ന റാമോൺ പ്ലാനസിനെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2020-21 വർഷങ്ങളിലാണ് ഇദ്ദേഹം ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിക്കൊണ്ട് പ്രവർത്തിച്ചത്. അതിനുശേഷം ലാലിഗ ക്ലബ്ബായ ഗെറ്റാഫയുടെ പരിശീലകനാവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തുടർന്ന് റയൽ ബെറ്റിസിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. അവിടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സൗദിയുടെ ഓഫർ വരുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സൗദിയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായും ഇത്തിഹാദിന് വളരെയധികം സഹായകരമാവും. ഈ ജനുവരിയിൽ ടീമിന് അനുയോജ്യമായ കൂടുതൽ താരങ്ങളെ എത്തിച്ചുകൊണ്ട് ടീമിനെ ശക്തിപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്തമായിരിക്കും പ്രധാനമായും പ്ലാനസിന് ഉണ്ടാവുക. നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയിട്ടും ടീം മോശം പ്രകടനം നടത്തുന്നതിൽ അവരുടെ ആരാധകർ കടുത്ത അസ്വസ്ഥരാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.